ഹായ് സുഹൃത്തുക്കളെ, അബുദാബി പോയിട്ട് തിരിച്ച് ദുബായിലേക്ക് വരുമ്പോഴാണ് ഞാൻ ദീർഫീൽഡ് മാളിൽ കയറിയത്. ദീർഫീൽഡ് മാളിൽ കയറാൻ ഒരു കാരണമുണ്ട്. മുൻപ് ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ദീർഫീൽഡിനകത്തുള്ള കാരിഫോറിൽ നിന്നും സ്ഥിരമായി ഞാനൊരു സാൻഡ്വിച്ച് വാങ്ങി കഴിക്കുമായിരുന്നു. അപ്പോൾ ആ സാൻഡ്വിച്ച് ഒന്നുകൂടെ കഴിക്കാനുള്ള ഒരു ആഗ്രഹം കാരണം കയറിയതാണ്. അങ്ങനെ അകത്ത് കയറി മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ ഒരു ബോർഡ് കണ്ടത്, ക്ലാസിക് കാർസിൻ്റെ ഒരു മ്യൂസിയം. മുൻപ് ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു 2020 കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം അങ്ങനെ ഞാൻ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു കാറ് കിടക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ചുമ്മാ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെത് കണ്ടത്. ഒരുപാട് കാർസിൻ്റെ ഒരു കളക്ഷൻ അവിടെ ഉണ്ട്. ഇത് വരുന്നത് ഈ ദീർഫീൽഡ് മാളിൻ്റെ ബേസ്മെൻറ്റിലാണ് കേട്ടോ. ബേസ്മെൻറ്റിൽ കാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി. എനിക്ക് സമയമില്ലാതെ കാരണം ഞാൻ ഓടി നടന്നെല്ലാം ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആൻറ്റി കാർസിൻ്റെ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടില്ല, അവിടെ പഴയ കാലത്തെ ജീപ്പുകളും പഴയ കാലത്തെ കാറുകളും അതേപോലെ കുറേ വേറെ ആൻറ്റി കളക്ഷൻസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പഴയ കാലത്തെ ബുക്സുകളും പഴയ കാലത്തെ കാൽക്കുലേറ്റർ, ക്യാമറ, അങ്ങനെ കുറേ ഐറ്റംസ്. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, പക്ഷേ അതൊന്നും എനിക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലെങ്ത് കൂടുതലായപ്പോൾ നിങ്ങൾക്കൊരു കാണുന്നതിനൊരു വിരസതയും അനുഭവപ്പെടും. എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഈ ഒരു സൈക്കിളാണ് കേട്ടോ. ഞാനിത് പഴയ ഇംഗ്ലീഷ് മൂവികളിലൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളൂ. അത് നേരിട്ട് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ ചെറുതായിട്ടൊന്നൊക്കെ ഷൂട്ട് ചെയ്ത് ഇതൊക്കെ ഞാൻ അവിടുന്ന് മേളിലേക്ക് കയറി. നേരെ എസ്കലേറ്റർ എടുത്ത് മേളിലോട്ട് കയറുമ്പോൾ നമുക്ക് കാണാം അവിടെ വരുമ്പോൾ ഈ കാറൊക്കെ കിടക്കുന്നത്. അങ്ങനെ നേരെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സാൻഡ്വിച്ച് കഴിക്കാനായിട്ട് ഞാൻ നേരെ മേളിൽ, അതിന് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ കാരിഫോർ ഉള്ളത്. നേരെ കാരിഫോറിൽ പോയി ഈ കാണുന്നതാണ് മുതൽ ഫലാഫിൽ സാൻഡ്വിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് ഞാനിത് മേടിക്കാൻ 3 ദിറംസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 4.5 ദിറംസായി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ സ്ട്രിപ്പ് സ്പൈസീസ് ഫ്രൈഡും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാൻഡ്വിച്ച് വേറെ പല കാരിഫോറിൽ നിന്നും മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ടേസ്റ്റ് വേറെ എങ്ങൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ സാൻഡ്വിച്ചൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ മേളിൽ ഫുഡ് കോർട്ടിൽ വന്നിരുന്നു കഴിച്ചു. ഒരുവിധം കാരിഫോറുകളിലെല്ലാം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ്. ആളുകൾ കൂടുതലായത് കാരണം ഞാൻ അവിടെ ഇരുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നു. അങ്ങനെ ഫുഡ് കോർട്ടിൽ നിന്ന് മനസ്സമാധാനമായി സാൻഡ്വിച്ചും കഴിച്ചു. ഈ ഒരു സ്പ്രൈറ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണ്, ലെമൺ മിൻറ്റ് ഫ്ലേവർ വരുന്നത്. അങ്ങനെ അതും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ കീപ്പ് വാച്ചിങ്. താങ്ക് യു.